ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ചേന നടുന്നത് എങ്ങനെയാണ്, അത് വിത്താക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു കുഞ്ഞു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ. ഡീറ്റെയിൽ വീഡിയോ അല്ല, കുഞ്ഞു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചേച്ചിയുടെ പറമ്പ് തന്നെയാണിത്. തൊട്ടപ്പുറത്ത് ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വീട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ രാവിലെ എനിക്ക് അവിടെ ഇരുന്ന് നമ്മുടെ ചേന ക്ലീൻ ആക്കുന്നത് കണ്ടപ്പോൾ ഓടി വന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ മതിൽ ചാടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ കണ്ടടുത്ത് ചോദിച്ചപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കൂടെ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇക്കാടെ അടുത്ത് തന്നെ ചോദിക്കാം കേട്ടോ അത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. നമ്മൾ വിത്തിന് വെക്കില്ലേ, ആ സമയത്ത് ഇപ്പം നമ്മൾ വൃത്തിയാക്കില്ലേ, അപ്പോൾ ഇത് ചാണകവെള്ളം ലൂസാക്കിയിട്ട് കാലത്താണ് ലൂസാക്കിയിട്ട് നമ്മൾ ഇതിനെ മുക്കിയിട്ട് ശരിക്കും ഉണങ്ങാൻ വയ്ക്കും. ഓ, വിത്തിന് വെക്കുമ്പോൾ ഉണങ്ങാൻ വെക്കണം ആദ്യം. അപ്പോൾ ശരിക്കും ഡ്രൈ ആവും, ഉണങ്ങുന്നത്. അപ്പോൾ അത് നല്ല വെജിറ്റബിൾ വരും. ചേന ചേമ്പായാലും ചേന. ശരി. ഇങ്ങനെ ഡയറക്റ്റ് പച്ചക്ക് നടുന്നതും പച്ചക്ക് നട്ട അളിഞ്ഞു പോകും, ചിലപ്പോൾ അളിഞ്ഞു പോകും. ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം വരൂലല്ലേ? അത് മുള വന്നല്ലോ. മുള വന്നതിന് ശേഷമാണോ നമ്മൾ നടുക? അതെ. ചിലര് ഇല്ലാതെ വെട്ടിമുറിക്കും, പക്ഷേ ഞങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ആ രീതിക്കാണ് ചെയ്യുന്നത്. ഓ, സാധാരണ നമ്മൾ വീടുകളിലെ ആവശ്യത്തിന് വെറുതെ ചുമ്മാ നമ്മൾ വെട്ടി നടും. അല്ലെങ്കിൽ നമ്മൾ വിത്തിനായിട്ട് എടുക്കുവാണെങ്കിൽ ഇത് ചാണകം ലൂസ് വെള്ളത്തിൽ മുക്കിയിട്ട് ഉണങ്ങാൻ വെച്ചിട്ട് പിന്നെ അതിൽ നിന്ന് മുള വന്നതിന് ശേഷം നമ്മൾ നടും അല്ലേ? അത് വെയിലും മഞ്ഞും കൊള്ളണം. വെയിലും മഞ്ഞും കൊള്ളണം. ഓ, അത് ശരി. ഇവിടുന്നൊരു മുള, ഇവിടുന്നൊരു മുള, ഇവിടുന്നൊരു മുള, ഇവിടുന്നൊരു മുള. അപ്പോൾ നമുക്കിത് വിത്തിനെത്തി വയ്ക്കുമ്പോൾ 5 പീസാക്കാം. ഈ ഒരെണ്ണം നമുക്ക് 5 പീസാക്കി ഈ 5 മുള വെച്ച് വെട്ടിയിട്ടല്ലേ? എന്ന് വെച്ചാൽ കത്തി കൊണ്ട് നമ്മൾ ഇവിടെ ഒന്നും കൊണ്ട് വെക്കും, ഇവിടെ ഒന്നുകൊണ്ട് ഇങ്ങനെ ഇതിന് വീതി അനുസരിച്ച് ഈ കത്തിക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് കോറി വിട്ട. അപ്പൊ ആ തോണ്ടി വിട്ടോടെ മുള വരും. അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യും, എന്നിട്ട് വയ്ക്കും. അങ്ങനെയല്ല, അത് നെൽവിത്തായാലും നമ്മൾ വിത്തിനെടുത്ത് വെക്കുന്ന നെല്ലില്ലേ, അത് മഞ്ഞും വെയിലും കൊള്ളണം. ഓ, മനസ്സിലായി. നെല്ല് അതെന്തും അങ്ങനെ തന്നെ.